ഷിംജിത ചെയ്ത ഈ പ്രവൃത്തി നിയമത്തിന് മുന്നിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ഒരാളെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള മാനസിക പീഡനം നൽകുന്നത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. തെളിവ് നശിപ്പിക്കൽ, ഒരു മരണത്തിലേക്ക് നയിച്ച ചാറ്റുകളോ വീഡിയോകളോ ഡിലീറ്റ് ചെയ്യുന്നതും കുറ്റകരമാണ്. ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും വേദന വാക്കുകൾക്ക് അപ്പുറമാണ്. വാർദ്ധക്യത്തിൽ തണലേകേണ്ട മകൻ പാതി വഴിയിൽ ഇല്ലാതാകുമ്പോൾ ആ കുടുംബം തകരുകയാണ്. അതിലുപരി തൻ്റെ അച്ഛൻ എന്തിനാണ് പോയതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആ പിഞ്ചു കുഞ്ഞിൻ്റെ അവസ്ഥ അതീവ ഹൃദയഭേദകമാണ്. ഈ വേദനയുടെ ആഴമെത്ര! തങ്ങൾക്ക് തണലേകേണ്ട ആകനെയുള്ള ഒരു മകനെ ഇല്ലാതാക്കി. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സ്ത്രീയുടെ ക്രൂരമായ വിനോദമായിരുന്നു എന്നത് ആ കുടുംബത്തിൻ്റെ മുറിവിൽ ഉപ്പ് പുരട്ടുന്നതിന് തുല്യമാണ്. 6 മാസമായി ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന, കൂടാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ കയപ്പ് തന്നെയാണ് ആ വീഡിയോയിൽ നമ്മളെല്ലാവരും കണ്ടത്. തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ ദേഹത്ത് തൊടുന്ന ഒരു യുവാവിനോട് ഈ സ്ത്രീ പ്രതികരിച്ചത് ചിരിച്ചുകൊണ്ടാണല്ലോ. അത് നമ്മളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഉറപ്പാണ് ആ വീഡിയോ ഈ സ്ത്രീ മനഃപൂർവ്വം എടുത്തതാണ്. ആ വീഡിയോയിൽ താൻ ചിരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമായിരുന്നു. അന്ന് ദീപക് സഞ്ചരിച്ച ബസ് ജീവനക്കാർ പറഞ്ഞത്, ഇങ്ങനെ ഒരു കാര്യം ഈ ബസ്സിൽ നടന്നു എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് തന്നെ 2 ദിവസം കഴിഞ്ഞ് ദീപകിൻ്റെ ആത്മഹത്യ നടന്നതിന് ശേഷമാണ്. അങ്ങനെ യാതൊരു പരാതിയും ഇവിടെ ഉണ്ടായിട്ടില്ല. മറ്റൊരു പെൺകുട്ടിയെ ദീപക് ശല്യം ചെയ്യുന്നത് ഈ സ്ത്രീ കണ്ടു എന്ന് പറയുമ്പോഴും അത് ഞാനാണെന്ന് പറഞ്ഞ് ആരും ഇതുവരെ മുമ്പോട്ടും വന്നില്ല. മുസ്തഫയെ ഒഴിവാക്കണം. കാരണം ഷിംജിതയുമായി പിരിഞ്ഞു കഴിയുകയാണ് ഇയാൾ. ആ പേര് ഈ നീച സ്ത്രീയുടെ പേരിന്റെ കൂടെ ചേർക്കുന്നത് അയാളോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. ഇവളുടെ മനസ്സിന്റെ വൈകൃതങ്ങൾ മനസ്സിലാക്കിയായിരിക്കാം അയാൾ ചിലപ്പോൾ ഇവളുമായി പിരിഞ്ഞതും. മുൻ പരിചയമില്ലാത്ത ഒരു വേളയിൽ കണ്ടുമുട്ടിയ ദീപകിനെ ഇത്തരത്തിൽ അപമാനിക്കുവാനുള്ള സാഹചര്യമുണ്ടാക്കിയ ഈ സ്ത്രീ തൻ്റെ കൂടെ കഴിഞ്ഞ തൻ്റെ ഭർത്താവിനെ എത്തരത്തിലായിരിക്കും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകുക. ഷിംജിതക്കൊരിക്കലും തന്നെ രക്ഷയില്ല. കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഇരമ്പുകയാണ്. ഷിംജിതയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തും. ഇതിനവൾക്ക് അർഹമായ ശിക്ഷ വാങ്ങി നൽകും വരെ ഈ പ്രതിഷേധങ്ങൾ ആളിക്കത്തും. ഷിംജിത അനുഭവിക്കുന്ന ഏകാന്തതയോ സാഹചര്യങ്ങളോ അവൾ ചെയ്ത ഈ മഹാപാപത്തിന് ന്യായീകരണമല്ല. ഒരു കുടുംബത്തിൻ്റെ സന്തോഷം തല്ലിക്കെടുത്തി ഒരു കുഞ്ഞിനെ അനാഥയാക്കി നേടിയ വൈറൽ പ്രസക്തി ശാപമായി അവളെ പിന്തുടരും. ഇത്തരം വിഷലിപ്തമായ വ്യക്തിത്വങ്ങളിൽ നിന്ന് അകലം പാലിക്കാനും പ്രിയപ്പെട്ടവരുടെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം. നിയമം അതിൻ്റെ ഏറ്റവും കഠിനമായ രീതിയിൽ തന്നെ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. ഇനി ഷിംജിതയുടെ നാട്ടുകാരിയും ഏറ്റവും അടുത്ത ബന്ധുവായ ഒരു ഉമ്മ പറയുന്ന ഈ വാക്കുകൾ കേട്ടു നോക്കൂ. ഭ്രാന്ത് അല്ലാതെ നമ്മൾ എന്തെന്ന് പറയാ? അവൻ എന്തൊരു ചെയ്ത്? അവളല്ലേ അവന്റെ അടുത്ത് പോയി നിന്നത്. അവൻ ബസ്സിൽ അവൻ ഇങ്ങനെ നിന്ന സമയത്ത് അവനെ തട്ടി അവന്റെ ജീവിതം തെളിച്ചില്ലേ? ആ കൊച്ചുങ്ങളെ അവന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് ആരിയ്ക്കുന്നു? ഇങ്ങനെയുള്ള കുറെ എണ്ണം കിടന്നാൽ മതി. മുസ്ലിം ആയിരുന്നാലും ഏത് ജാതി ആയിരുന്നാലും ശരി തന്നെ, മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം വേണം. ഇങ്ങനെയുള്ളവളെയൊന്നും വെളിയിൽ ഇഞ്ഞ് കാണിക്കരുത്. അതേ നമുക്ക് പറയാനുള്ളൂ. ആ ചിത്രീകരിച്ചത് അത് 2 പ്രാവശ്യം അവൾ കണ്ടല്ലോ. അത് ബസ്സിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഒരു ലഗേജ് ഇരിക്കുന്നു, അതിങ്ങനെ പിടിക്കുന്നത്. അപ്പൊ അവൻ എന്ത് തെറ്റുകാരനാണ്? അപ്പൊ നമ്മൾ ഒതുങ്ങി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ മാറുന്നില്ലെന്ന് പറയണ്ടേ? അത് 2 അവൾ പ്രവർത്തിച്ചു. അവൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ലേ അവൾ നോക്കിക്കൊണ്ട് നിന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് എന്തെങ്കിലും നല്ല ഒരു ശിക്ഷ അവൾക്ക് കിട്ടണോ? അത് ആ ചിത്രീകരിച്ചത് അത് 2 പ്രാവശ്യം അവൾ കണ്ടല്ലോ. അത് ബസ്സിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഒരു ലഗേജ് ഇരിക്കുന്നു, അതിങ്ങനെ പിടിക്കുന്നത്. അപ്പൊ അവൻ എന്ത് തെറ്റുകാരനാണ്? അപ്പൊ നമ്മൾ ഒതുങ്ങി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ മാറുന്നില്ലെന്ന് പറയണ്ടേ? അത് 2 അവൾ പ്രവർത്തിച്ചു. അവൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ലേ അവൾ നോക്കിക്കൊണ്ട് നിന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് എന്തെങ്കിലും നല്ല ഒരു ശിക്ഷ അവൾക്ക് കിട്ടണോ?